everyone, welcome to Delicious Recipes. ഇന്നത്തെ ഈ വീഡിയോയിൽ IFB Convection Microwave Ovenൻ്റെ അൺബോക്സിങ്ങും പിന്നീട് ഈ ഒരു ഓവനിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ബ്രെഡ് പിസ്സയുടെ റെസിപ്പിയും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് തുടങ്ങിയാലോ. ഞാനിത് IFBയുടെ മൈക്രോവേവ് ഓവനാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ മോഡൽ നമ്പർ 25SC4 ആണ്. ഓവൻ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. സോളോ ടൈപ്പ്, ഗ്രിൽ ടൈപ്പ് ഓവൻ, കൺവെക്ഷൻ ടൈപ്പ് ഓവൻ. ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയ ഈ ഓവനിൽ ഫുഡ് കുക്ക് ചെയ്യാനും നേരത്തെ പാകം ചെയ്ത ഫുഡ് റീഹീറ്റ് ചെയ്യാനും ചിക്കനോ മീനോ ഒക്കെ നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ഓവനിൽ ഗ്രില്ല്, കൺവെക്ഷൻ, കോമ്പിനേഷൻ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. കോമ്പിനേഷൻ എന്ന് പറയുന്നത് മൈക്രോവേവ് പ്ലസ് ഗ്രിൽ, മൈക്രോവേവ് പ്ലസ് കൺവെക്ഷൻ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. കൺവെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഓവൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഈ 2 ഗ്രിൽ സ്റ്റാൻഡ്. ചിക്കനോ മറ്റോ നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാനായിട്ട് ഈ സ്റ്റാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഓവനുള്ളിൽ വയ്ക്കുന്ന ഗ്ലാസ് ടേൺ ടേബിളാണിത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബേക്കിംഗ് ട്രേ കൂടി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണിത്. ഇത്രയുമാണ് ഈ ഓവൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ആക്സസറീസ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് വാങ്ങിയത് കൊണ്ട് ടെക്നീഷ്യനൊന്നും വന്ന് ഡെമോ ഒന്നും തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കിയാൽ തന്നെ നമുക്കെല്ലാം സെറ്റിങ്സൊക്കെ നന്നായിട്ട് മനസ്സിലാകും. ഈ ടേൺ ടേബിളിൻ്റെ അടിയിലായിട്ട് വെക്കുന്ന ഒരു റിങ്ങാണിത്. അപ്പോൾ ഇതുപോലെ ആദ്യം ഇത് വെക്കുക, അതിന് മുകളിലായിട്ട് വേണം ഈ ടേൺ ടേബിൾ വെക്കാനായിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് പൊസിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഓവൻ്റെ ഉള്ളിൽ കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യാവിറ്റിയാണ്. ഈ ഒരു ഓവൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 ലിറ്റർ ആണ്. ഓവന് മുകളിലായിട്ട് കുറച്ചധികം മെനു കൊടുത്തിട്ടുണ്ട്. ടീ, കോഫി, തന്തൂരി ചിക്കൻ, കേക്ക് മെനു ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കൺട്രോൾ പാനലാണ്. ഇവിടെയാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത്. മിനിറ്റിലും സെക്കൻഡ്സിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ കുറച്ചധികം ഓട്ടോ കുക്ക് മെനു കൊടുത്തിട്ടുണ്ട്. ഗ്രിൽ ഓപ്ഷനും കൺവെക്ഷനും കോമ്പിനേഷനും എല്ലാം ഈ കൺട്രോൾ പാനലിൽ കാണാം. ഓവൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് വേണം ഈ കപ്പാസിറ്റി തിരഞ്ഞെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത് 25 ലിറ്ററിൻ്റെതാണ്. ഇതിൽ പ്രത്യേകിച്ച് ഉള്ള ചില ഓപ്ഷൻസ് ഉണ്ട്. അതായത് ക്ലീൻ ബൈ സ്റ്റീമിംഗ്, കീപ്പ് വാം, ഡിയോഡറൈസ് തുടങ്ങിയുള്ള ഓപ്ഷൻസാണ്. ഓവൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലീൻ ബൈ സ്റ്റീമിംഗ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കീപ്പ് വാമും ഡിയോഡറൈസും ഒക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ്. കൺവെക്ഷനിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം ഇത് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഈ അടുത്ത റെസിപ്പി ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഈ ഓവനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതിയാൽ മതി. അതുപോലെ മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളെ പറ്റിയോ എന്തെങ്കിലും സെറ്റിങ്സിനെ കുറിച്ചോ സംശയങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതിയാൽ മതിയാകും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മൈക്രോവേവ് ഓവനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് വേണം ഓവൻ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഓവനിൽ എങ്ങനെയാണ് ബ്രെഡ് പിസ്സ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പിൽ കുറച്ച് ഒറിഗാനോയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. സാധാരണയായിട്ട് ഞാനിങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി കൺവെക്ഷൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
തുടർച്ചയായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ മാറും. 200 ഡിഗ്രി സെൽഷ്യസിലായിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റാണ് ഇത് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇതിവിടെ പ്രീഹീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള, തക്കാളി, ക്യാപ്സിക്കം ഇത്രയുമാണ് എടുത്തത്. ഇതിലേക്ക് ഒരല്പം ഒറിഗാനോയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ കെച്ചപ്പും ഒറിഗാനോ മിക്സും കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മോസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഈ ചീസിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് മെറ്റൽ റാക്കിലേക്ക് മാറ്റുകയാണ്. 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓവൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കിത് ഓവനിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് കൺവെക്ഷൻ ബട്ടണിൽ പ്രസ് ചെയ്ത് 200 ഡിഗ്രി സെൽഷ്യസിലാക്കുക. അതിനുശേഷം നമുക്ക് 5 മിനിറ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് ഇതിൻ്റെ ടൈമിലൊക്കെ വ്യത്യാസം വന്നേക്കാം. എനിക്കിതിവിടെ 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓവൻ അനുസരിച്ച് ടൈമിലൊക്കെ വ്യത്യാസം വരുത്തണം. ഇത് കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഓവനിൽ നിന്നും ഇത് പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം ചില്ലി ഫ്ലേക്സും ഒറിഗാനോ സീസണിങ്ങും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്